ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്കിന്ന് മാംഗോ ലസ്സി ഉണ്ടാക്കാമേ. ഇപ്പം മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് മാങ്ങയുടെ വെറൈറ്റി ഓഫ് ഡിഷസ് ഇപ്പോൾ റെസിപ്പീസൊക്കെ യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുക. അപ്പം എനിക്കും തോന്നി എന്നാൽ മാങ്ങ കിട്ടിയല്ലോ, നല്ലൊരു ലസ്സി ഉണ്ടാക്കാമെന്ന്. നല്ല കട്ട തൈര് ഇരിപ്പുണ്ടായിരുന്നു. ഇതായിരുന്നു മാങ്ങ. നല്ല ദശയുള്ള നല്ല മധുരമുള്ള മാങ്ങയാണേ. ഇതിന് ഇച്ചിരി പോലും പുളിയില്ല. അങ്ങനത്തെ മാങ്ങ എടുത്ത് വേണം ലസ്സി ഉണ്ടാക്കാൻ. ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. കട്ട തൈര് 2 ടേബിൾ സ്പൂണ്, ഒരു 1.25 സ്പൂണ് പഞ്ചസാരയും, പിന്നെ കുറച്ച് വെള്ളം ആവശ്യത്തിന്. അപ്പം നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ മാങ്ങ നമ്മൾ മുറിച്ച് വെച്ച മാങ്ങ ഇട്ട്, പിന്നെ കട്ട തൈര് വേണേ. പുളി ഒട്ടുമേ കാണരുത്. കട്ട തൈര്, പുളി ഇല്ലാത്ത കട്ട തൈര്. എന്നിട്ട് പഞ്ചസാരയും കൂടെ ഇനി നമുക്ക് ചേർക്കാം. ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര മതി. ടീസ്പൂണല്ല, ടേബിൾ സ്പൂൺ പഞ്ചസാര മതി. മാങ്ങയ്ക്ക് ഓൾറെഡി നല്ല മധുരമുണ്ട്, നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ ഇനി കുറച്ച് വെള്ളം കൂടെ ഞാനിതിനകത്ത് ചേർക്കുന്നുണ്ട്. വെള്ളം ഓപ്ഷണലാണ്, അത് ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി. ഞാൻ പിന്നെ ഇച്ചിരി വെള്ളം ചേർക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ഫിൽറ്ററിൻ്റെ വെള്ളമാണേ. അപ്പോൾ ഇനിയിപ്പം അടിച്ച് ഞാൻ സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. നല്ല അടിപൊളിയുള്ള റെസിപ്പിയാണ് ലസ്സി. മാങ്ങ ഇഷ്ടമില്ലാത്ത പിള്ളേർ, കുഞ്ഞുങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. മാങ്ങ ഇങ്ങനെ ചെത്തി കൊടുത്താൽ ചിലപ്പം പിള്ളേർ കഴിക്കത്തില്ല. പക്ഷേ ഇങ്ങനെ ചെയ്ത് കൊടുത്തൊന്ന് നോക്കിക്കുക, പിള്ളേർ സൂപ്പറായിട്ട് കുടിക്കുകയും ചെയ്യും. അവർക്ക് വളരെ ഇഷ്ടപ്പെടും. ഞാൻ പിന്നെ ഒരു ഐസ് ക്യൂബും കൂടെ ഇട്ട്, 2-3 ഐസ് ക്യൂബും കൂടെ ഇട്ട് അതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിടുന്ന വീഡിയോസ് കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ, താങ്ക് യു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നല്ല സൂപ്പറാണ്. അപ്പം ബൈ, താങ്ക് യു.